Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. തെരുവു നായകളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഭീമ ഹർജി സമർപ്പിക്കുന്നു. ഭീമ ഹർജിയിലേക്കുള്ള ഒപ്പുശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് നിർവഹിച്ചു. ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണ യജ്ഞം സംഘടിപ്പിച്ചത്. തായ്ക്കാട്ടുകര സെന്റ് പീറ്റർ ആൻഡ് പോൾ ഇടവക കൂട്ടായ്മ ഒപ്പുശേഖരണ യജ്ഞത്തിൽ പങ്കെടുത്തു. വികാരി ഫാദർ ജെയിംസ് തൊട്ടിയിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി ആമുഖ പ്രഭാഷണം നടത്തി. ഇപ്പോൾ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ ഈ രംഗത്ത് ഇതിനുവേണ്ടി പ്രതിഷേധിക്കാനായിട്ട് ആരും രംഗത്ത് വരുന്നില്ല. അതിന്റെ കാരണം ഇതൊരു വോട്ട് കച്ചവട രാഷ്ട്രീയം മൂലമാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ തെരുവുനായ്ക്കൾ ആളുകളെ ആക്രമിക്കുമ്പോൾ ഉടനെ തന്നെ എല്ലാവരും ശപിക്കുന്നത് മേനകാഗാന്ധിയെയാണ്. അങ്ങനെ വരുമ്പോൾ മേനകാഗാന്ധി BJPയുടെ ആളായ കാരണം ഇവിടുത്തെ വോട്ട് BJPക്ക് പോകും. അതുകൊണ്ടാണ് LDFും UDFും, അതായത് SFI, DYFI, യൂത്ത് കോൺഗ്രസ്, KSU മുതലായ സംഘടനകൾ, വിപ്ലവ സംഘടനകൾ ആരും തന്നെ മുമ്പോട്ട് വരുന്നില്ല. അപ്പൊ ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഇന്നിപ്പോൾ ഒരു മതത്തിന്റെ സപ്പോർട്ടോടെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ ഒരു ക്രിസ്ത്യൻ മതങ്ങൾ ഒരുമിക്കുകയാണ്, അതോടൊപ്പം തന്നെ മുസ്ലിം മതങ്ങൾ ഒരുമിക്കുകയാണ്, ഹിന്ദു മതങ്ങൾ ഒരുമിക്കുകയാണ് ഈ വിഷയത്തിൽ. അങ്ങനെ മതങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ 50 ലക്ഷം പേരുടെ ഒപ്പ് ശേഖരിക്കുന്നത്. അതിന്റെ ആരംഭമാണ് നമ്മൾ കുറിച്ചിരിക്കുന്നത്. ഒരു പള്ളിയിൽ, ഒരു ഇടവകയിലെ സെന്റ് പീറ്റർ ആൻഡ് പോൾ എന്ന തായ്ക്കാട്ടുകരയുള്ള, ആലുവ തായ്ക്കാട്ടുകരയുള്ള ഈ ഇടവകയിലെ എല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ചാണ് പറയുന്നത് തെരുവുനായ വിമുക്ത കേരളം വേണമെന്നുള്ളത്. അതുകൊണ്ടാണ് അച്ഛന്റെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛന്റെ നേതൃത്വത്തിൽ, ഇടവകാരിയാണ് ജെയിംസ് അച്ഛന്റെ നേതൃത്വത്തിലാണ് ഈ സംഭവം ഒപ്പിട്ടിരിക്കുന്നത്. കേരളത്തിലെ വനയോര മേഖലകളിൽ വന്യമൃഗങ്ങളിറങ്ങി ജനങ്ങളെ ആക്രമിക്കുന്നതും കൃഷി നശിപ്പിക്കുന്നതും ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ പതിയണമെന്നും ജനങ്ങളുടെ സ്വൈര്യജീവിതം ഉറപ്പുവരുത്തണമെന്നും ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ആവശ്യപ്പെട്ടു. എല്ലാ ദിവസവും പത്രം എടുത്താൽ നിങ്ങൾ കേൾക്കുന്ന കൊച്ചു കുട്ടികളെ, വയസ്സായ ആൾക്കാരെയും എത്ര പേരാണ് കടിക്കുന്നത്. ഇവിടെ ഒരു നായി കടിച്ചിട്ട് 4 പേര് ആശുപത്രിയിൽ പോയി. 2 ദിവസം കഴിഞ്ഞ് അറിയുന്ന അയാൾ മരിച്ചുപോയി. ചുമ്മാ പോയതാണ്. ആലുവയിലൊട്ടായ സംഭവമാണ്. ഞാൻ മുനിസിപ്പൽ കൗൺസിലെ മുനിസിപ്പൽ ചെയർമാനൊക്കെ വിളിച്ചു പറഞ്ഞു. അവർ കുറെ നായ്ക്കളെ പിടിച്ച നായേയും ചത്തുപോയി. മനുഷ്യജീവന് വില കൽപ്പിച്ചുകൊണ്ട് തെരുവു നായ്ക്കളെ ഷെൽട്ടറുകളിൽ അടയ്ക്കണമെന്നും വന്യമൃഗങ്ങളുടെ നാട്ടിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കണമെന്നും ഫാദർ ജെയിംസ് തൊട്ടിയിൽ അഭിപ്രായപ്പെട്ടു. കാരണം നിങ്ങൾക്കറിയാം, എൻ്റെ ഒരു പത്രവാർത്ത നിങ്ങൾ കേട്ടതാണ്. ഞാനൊരു തെരുവ് പട്ടിയെ പാതാളം പള്ളിയിൽ എടുത്തു വളർത്തിയ ആളാണ് ഞാൻ. പക്ഷേ ഇത് തെരുവ് നായ്ക്കളെ നമ്മൾ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ചിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മുടെ മനുഷ്യന് ആപത്താകുന്ന രീതിയിൽ മൃഗങ്ങൾ വളരരുത്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇപ്പം ഈ നമ്മൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വന്യമൃഗങ്ങളിൽ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മനുഷ്യർക്ക് വന്നു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അനുവാദം കൊടുക്കുന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനുഷ്യന് ആപത്താകുന്ന രീതിയിൽ വളരുന്നത് കൊണ്ടാണ് ഞാൻ ഇതിന് മുന്നിട്ടിറങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ ആവശ്യം ഒരിക്കലും മൃഗങ്ങളെ ദ്രോഹിക്കണമെന്നോ അങ്ങനെയുള്ളൊരു സംഭവമല്ല. മറിച്ച് മനുഷ്യന്റെ ജീവന് മൃഗങ്ങളുടെ ജീവനേക്കാൾ വിലയുണ്ട് എന്നുള്ളൊരു കാര്യം ബോധ്യപ്പെടുത്തണം. മനുഷ്യജീവനാണ് ഏറ്റവും വിലയുള്ളത്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യജീവന് ആപത്താകുന്ന രീതിയിൽ ഒരിക്കലും തെരുവ് നായ്ക്കൾ ഉണ്ടാകാൻ പാടില്ല. വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ തലങ്ങളിലെ ജനങ്ങളെ ഉൾപ്പെടുത്തി 50 ലക്ഷം പേരുടെ ഒപ്പ് സമാഹരിച്ച് ഭീമ ഹർജിയാക്കി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാനാണ് പദ്ധതിയെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളും മറ്റ് മതസ്ഥാപനങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് ജോസ് മാവേലി പറഞ്ഞു. ജനങ്ങളെ രക്ഷിക്കൂ, തെരുവുനായ്ക്കളെ കൂട്ടിലാക്കൂ, തെരുവുനായ്ക്കളെ കൂട്ടിലാക്കൂ, ജനങ്ങളെ രക്ഷിക്കൂ, ജനങ്ങളെ രക്ഷിക്കൂ. സർക്കാരുകൾ കണ്ണു തുറക്കൂ.